ആർക്കും തിരക്കില്ലല്ലോ അല്ലേ? ആർക്കും തിരക്കില്ലല്ലോ, തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ഈ അടുത്തിടയിൽ നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാറും ഒരു ബസ് ഡ്രൈവറും തമ്മിലുള്ള ഒരു ഇഷ്യൂ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഗണേഷിനെയും ഡ്രൈവറെയും അല്ല ശ്രദ്ധിക്കേണ്ടത്. ഗണേഷിനെയും ഡ്രൈവറെയും അല്ല ശ്രദ്ധിക്കേണ്ടത്. പകരം നമ്മളെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങളെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു ബസ് ഡ്രൈവറുടെ കയ്യിൽ ഒരു പിഴവ് വന്നു കഴിഞ്ഞാൽ എത്ര പേർക്കായിരിക്കും ദോഷം സംഭവിക്കുക? ഒരുപാട് പേർക്ക് ദോഷം സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആ കൃത്യത നടപ്പിലാക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സർവ്വകാര്യങ്ങളും നമ്മൾ ഗണേഷിനെയും ഡ്രൈവറെയും എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആ പൊതു സംവിധാനങ്ങൾ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത്. അതിന് ഒരു വ്യക്തിക്ക് ബസ്സിൽ കുടിവെള്ളം വേണം, അവന് വിശ്രമം വേണം, അവന് തീർച്ചയായിട്ടും അവൻ്റെ മനസ്സിൻ്റെ നിയന്ത്രണം ഉണ്ടാകണം. ഇതെല്ലാം ഉറപ്പുവരുത്തണം, അത് നിർബന്ധമാണ്. അവിടെ ഒരു കാരണവശാലും ഒരു മാനസിക അസ്വസ്ഥതയുള്ള ഒരാൾ ഒരു ബസ് ഓടിക്കുന്ന ഭാഗം ശരിയല്ല. മറ്റുള്ളവരുടെ പക തീർക്കാനാ, അല്ലാതെ ആരോടെങ്കിലും എന്തെങ്കിലും കലിപ്പുണ്ടാക്കിയിട്ട് വന്നിരുന്ന് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എത്ര പേരുടെ ജീവിതമാണ് പാഴാകുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ നിരീക്ഷിച്ച് കൃത്യമായിട്ട് സർക്കാരിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ ഫണ്ട് എല്ലാവർക്കും ഗുണകരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് മന്ത്രി. അതിൻ്റെ മന്ത്രിക്ക് വേറെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. മന്ത്രിയുടെ ഉത്തരവാദിത്വം എന്താണ്? ഇത് നടപ്പിലാക്കുന്നുണ്ടോ, ഇത് എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും സുരക്ഷിതമായിട്ട് പോകാനുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടോ ഇല്ലെന്ന് പരിശോധിച്ച് അതിന് വേണ്ടിയിട്ടുള്ള സർവ്വകാര്യങ്ങളും. മനസ്സിലാവും? ഒരു കാര്യം മാത്രമല്ല, ഒരു ഗതാഗതം എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരുപാട് പേർക്ക് ഗുണം ചെയ്യുന്നൊരു ഫീൽഡാണത്. അത് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബസ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിൽ എന്താ കാരണം? പരിശോധിക്കണം. അവിടെ എവിടെയാണ്, എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് അന്വേഷിക്കേണ്ടതാണ്. അപ്പം നമ്മുടെ ശബ്ദം ഡ്രൈവർക്ക് വേണ്ടിയിട്ടോ ഗണേഷ് കുമാറിനോ വേണ്ടിയിട്ടല്ല, നമ്മൾ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടായിരിക്കണം. കാരണം ഗണേഷിന് തെറ്റുണ്ടാകും, ഡ്രൈവർക്ക് തെറ്റുണ്ടാകും. അതല്ല നമ്മളിവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. പകരം സമൂഹത്തിൽ മനുഷ്യൻ സുരക്ഷിതമായിട്ട് പോകാനുള്ള കാര്യങ്ങളെ നമ്മൾ ഉണർത്തി കാണിക്കുമ്പോൾ അവിടെയാണ് സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭാഗത്തോട്ട് എത്തിക്കുന്നത്. സമാധാനപരമായിട്ട് എല്ലാവരും കൈകാര്യം ചെയ്യണം. തെറ്റുകൾ ഏത് മനുഷ്യനും സംഭവിക്കാം. ഒരു വ്യക്തിയെ വിരൽ ചൂണ്ടുന്നതിന് പകരം നമ്മൾക്കെങ്ങനെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഭാഗം അല്ലേ? ഇപ്പോൾ ഗണേഷ് എന്ന് പറഞ്ഞ വ്യക്തി ട്രാൻസ്പോർട്ട് സംവിധാനത്തിൽ ഒരുപാട് പുരോഗതി കൊണ്ടുവന്നുള്ള ഭാഗം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഗണേഷിൻ്റെ മാത്രം കഴിവാണോ? അല്ല, ഗണേഷിൻ്റെ കൂടെ ഒരുപാട് പേര് സഹകരിക്കുന്നതുകൊണ്ടാണ്. പക്ഷേ അങ്ങനെ സഹകരിപ്പിക്കാനായിട്ട് നേരത്തെ ഉള്ളവരും അവിടെ റെഡി ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഗണേഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു ക്വാളിറ്റി ഉണ്ട്. അത് എവിടെ നിന്ന് കിട്ടിയ ക്വാളിറ്റിയാണ്? അത് സമൂഹത്തിൽ നിന്ന് കിട്ടിയ ക്വാളിറ്റിയാണ്. അണ്ട് ഗണേഷ് കുമാർ വീട്ടിൽ ഒറ്റക്ക് കുത്തിയിരുന്നിട്ട് ഇങ്ങനെ സുപ്രഭാതത്തിൽ ഇറങ്ങി വന്നിട്ട് കുറച്ച് ഭേദഗതി ചെയ്യുന്നതല്ല. അങ്ങനെ ഒരു ഗണേഷ് കുമാറിനെ നമുക്ക് ആവശ്യമില്ല. ഗണേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി സമൂഹത്തിൻ്റെ ഭാഗത്ത് കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നു. അതിനെ നമ്മൾ സല്യൂട്ട് ചെയ്യണം. എന്നുവെച്ചാൽ ഗണേഷിനല്ല സല്യൂട്ട് ചെയ്യേണ്ടത്, ആ പ്രവർത്തനത്തെയാണ് സല്യൂട്ട് ചെയ്യേണ്ടത്. കാരണം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു, അതിനാണ് നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത്. കാരണം അല്ലാണ്ട് ഒരുപാട് മന്ത്രിമാരുണ്ട്, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നില്ല അല്ലേ? നമ്മൾ അറിയാത്ത മന്ത്രിമാർ. കാരണം ജനങ്ങളുടെ ഇടയിലോട്ട് വരുന്ന മന്ത്രിമാരെ അറിയത്തുള്ളൂ. മന്ത്രിമാരുണ്ട്, പക്ഷേ ജനങ്ങളുടെ ഇടയിലോട്ട് വരുന്നില്ല. സാധാരണക്കാരന് ആനുകൂല്യം വോട്ടിന് മുമ്പ് അല്ലേ, വോട്ട് മേടിക്കാൻ വരുമ്പോഴത്തേക്കും ജനങ്ങളുടെ ഇടയിൽ ഈ മന്ത്രിമാരെ എല്ലാവരെയും കാണാം. അത് കഴിഞ്ഞ് നമ്മൾ എത്ര മന്ത്രിമാരെ ജനങ്ങളുടെ ഇടയിൽ കണ്ടിട്ടുണ്ട്? അപ്പോൾ ഗണേഷിനെ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ കാണുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു വ്യക്തി എന്നുള്ള നിലക്കല്ല, സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട്. ഈ സംവിധാനം പറയുന്നത് ഇത് തന്നെയാണ് അല്ലേ? ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്വം ജോലിയും എന്ന് പറയുന്നത് എന്തായിരിക്കണം? ജനസേവനം. അതിനുവേണ്ടി ഇറങ്ങുമ്പോൾ ആ വ്യക്തിയെ നമ്മൾ മടിപ്പിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ഒന്നുമല്ല. അതോടൊപ്പം തന്നെ ബസ്സിൻ്റെ ഡ്രൈവർ, അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ബസ്സിൻ്റെ ഡ്രൈവർ അല്ലേ? മന്ത്രിയേക്കാൾ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണ്? മന്ത്രിയുടെ കയ്യിലൊരു പിഴവുണ്ടെങ്കിൽ ആർക്കും ഒന്നും സംഭവിക്കത്തില്ല.
മന്ത്രിയുടെ തെറ്റ് നമുക്ക് ആർക്കും അപകടം ഉണ്ടാക്കത്തില്ല. പക്ഷേ ഡ്രൈവറിൻ്റെ പിഴവ് എത്ര പേരുടെ ജീവനാണ് അപകടത്തിലാകുന്നത് അല്ലേ? മന്ത്രിക്കൊരു ചെറിയൊരു ബുദ്ധിമോശം വന്നത് നമുക്ക് തിരുത്താം. പക്ഷേ ഒരു ബസ്സിൻ്റെ ഡ്രൈവർ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമോശം വന്നാൽ ആ വണ്ടിയുടെ അകത്തിരിക്കുന്ന ഒരുപാട് പേരുടെ ജീവൻ അപകടമാണ്. അപ്പോൾ ഡ്രൈവറുടെ മാനസികാവസ്ഥ കൃത്യമായിട്ട് കൊണ്ടുപോകാനുള്ള ആ ഭാഗം കൈകാര്യം ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടപ്പിലാക്കേണ്ടത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും അതിനകത്ത് ഉത്തരവാദികളാണ്. പക്ഷേ അതും നടപ്പിലാക്കുന്ന ഒരു ഭാഗം മാത്രമേ മന്ത്രിക്കുള്ളൂ. അല്ലെ, ഒരു ബസ്സിലെ ഡ്രൈവർക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ വേണം, എത്ര മണിക്കൂർ വിശ്രമം വേണം, എത്ര മണിക്കൂർ ഒരു വ്യക്തിക്ക് ആയാസമില്ലാതെ ഓടിക്കാം, അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണം, അങ്ങനെയുള്ള എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനകത്ത് യാത്ര ചെയ്യുന്ന ജനങ്ങൾ സുരക്ഷിതരായില്ലേ? നമ്മൾ മാക്സിമം നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ നടപ്പിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ റോഡ് സൗകര്യങ്ങൾ, റോഡിലുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ, ഇപ്പോൾ റോഡിൽ ഒരു ചെറിയൊരു റിപ്പയറിങ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സൈൻ ബോർഡ് വെക്കുന്നുണ്ടോ? അവിടെ ഒരു സൈൻ ബോർഡ് ഇല്ലാതെ പോകുന്നു, അത് വെക്കേണ്ടതാണ്. ഇപ്പോൾ റോഡിൽ ഡിവൈഡർ ചില താഴ്ന്നിരിക്കുന്ന ഡിവൈഡറുണ്ട്, അവിടെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു ഉയർന്ന പോസ്റ്റ് ഇട്ട് അവിടെ ഡിവൈഡർ ഉണ്ടെന്നുള്ള ഒരു ശ്രദ്ധ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതൊക്കെ പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതെല്ലാം നമ്മൾ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അല്ല, നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം ക്രമീകരണത്തെ എങ്ങനെയാണ് സുതാര്യമായിട്ട് പോകുന്നത്. ഞാൻ ഗണേഷിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞാൻ ഡ്രൈവറെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രിയുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് എന്ന് നമ്മൾ ബോധപൂർവം മനസ്സിലാക്കണം. മന്ത്രി ഇലക്ഷന് മാത്രം നമ്മളെ കാണുന്നു, പിന്നെ നമ്മൾ കാണാത്ത മന്ത്രിമാരെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ല അല്ലേ? അവരെ നമുക്ക് ജനങ്ങളുടെ ഇടയിലോട്ട് വരുന്ന മന്ത്രിമാർ, ജനങ്ങളെ അറിയുന്ന മന്ത്രിമാർ, കാരണം രാജ്യത്തിൻ്റെ ക്രമീകരണം മനോഹരമായിട്ട് കൊണ്ടുപോകാനാണ് ഇവർ. നമ്മൾ തന്നെ കൊണ്ടുപോകും അല്ലേ? നമ്മൾ തന്നെ കൊണ്ടുപോകണം. അതിൽ നമ്മളെ എത്രത്തോളം നമ്മളുമായിട്ടുള്ള ബന്ധം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടോ അപ്പോഴാണ് അറിയാൻ പറ്റുന്നത് ഈ പൊതുമരാമത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സുതാര്യമായിട്ട് പോകേണ്ടതെന്നുള്ളത്. നമ്മൾ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യുന്നില്ലെങ്കിൽ ഈ പൊതുമരാമത്ത് കാര്യത്തിൽ ഇടപെടുമ്പോൾ സംഭവം ആകെ കച്ചറയാവും. അവിടെയാണ് പ്രശ്നങ്ങളുണ്ടാകുന്നത്. അവനവനെ കൃത്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തവർ പൊതുകാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അതാണ് പ്രശ്നം. സ്വന്തം ജീവിതം രാഷ്ട്രീയമോ ഗവൺമെൻറ്റോ ഒന്നും ഉണ്ടാക്കി തന്നതല്ല. അതുകൊണ്ട് അതിനോടുള്ള കടപ്പാട് ആദ്യം നിറവേറ്റുന്നവനാണ് പൊതുസേവനത്തിന് വരേണ്ടത്. ഈ സ്വന്തം ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഒന്നും അറിയാൻ പാടില്ല. പക്ഷേ പൊതുമരാമത്ത് രാഷ്ട്രീയ കാര്യത്തിൽ ഭയങ്കര വലിയ ആവേശമുണ്ട്. പൊട്ടന്മാരാണ്. എന്നുവെച്ചാൽ അവരെ നമ്മൾ കേൾക്കാൻ പോകരുത്. കാരണം കലഹിച്ച് ഈ കലക്ക് വെള്ളത്തിൽ മീൻ പിടിക്കുന്ന കുറേ രാഷ്ട്രീയക്കാരുണ്ട്. അവരല്ല നമ്മൾ നോക്കേണ്ടത്. കാരണം സ്വന്തം ജീവിതത്തിൻ്റെ അഭിവൃദ്ധി അനുഭവിക്കുന്നവർ അവർ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അവരുടെ ശബ്ദത്തിൻ്റെ ഒപ്പം നമ്മളുണ്ടാകണം. അവരുടെ ശബ്ദത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒപ്പം നമ്മളുണ്ടാകണം. അതാണ് കൂട്ടായ്മ, അതാണ് ശരിക്കും ജനസേവനം. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ നടക്കുന്നതല്ല ജനസേവനം. എല്ലാവരും കൂടി ഒറ്റ കൂട്ടായ്മയോടുകൂടി നിൽക്കുമ്പോഴാണ് അവിടെയാണ് നമ്മുടെ സമൂഹത്തിൽ സുരക്ഷിതമായിട്ട് എല്ലാവർക്കും ജീവിക്കാൻ പറ്റുന്ന ഭാഗം. അല്ലെങ്കിൽ 2-3 പാർട്ടിക്കാരാണ്, മന്ത്രി എൻ്റെ പാർട്ടിയല്ല, അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. മന്ത്രി എൻ്റെ പാർട്ടിയാണോ അല്ലെന്നുള്ളതല്ല, മന്ത്രി മനുഷ്യനാണ്. ആദ്യം വേണ്ടത് മനുഷ്യനെന്നുള്ള സ്ഥാനമാണ്. പാർട്ടിയും കാര്യങ്ങളൊക്കെ മാറ്റി വെക്കണം. പാർട്ടിക്കല്ല മുൻതൂക്കം, രാഷ്ട്രീയത്തിനല്ല മുൻതൂക്കം, നമ്മൾ മനുഷ്യനെന്നുള്ള ബോധത്തിനാണ് മുൻതൂക്കം. എന്നിട്ട് വേണം നമ്മൾ പാർട്ടി സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ, അതൊക്കെ രണ്ടാമതാകേണ്ടതാണ്. ആദ്യം മനുഷ്യനെന്നുള്ള ബോധം വേണം. എന്നിട്ട് സഹകരിക്കുമ്പോൾ തീർച്ചയായിട്ടും അപകടങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും.